അപ്പോൾ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ജനറൽ നോളജ് ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാണ്. ആൻഡ് വളരെ ബുദ്ധി ഉപയോഗിച്ച് കളിക്കണം. പക്ഷെ എന്റെ ചോദ്യങ്ങൾ ചളി ചോദ്യങ്ങളാണ്. അപ്പൊ ആ ലെവലിലെ ബുദ്ധിയാണ് പ്രവർത്തിക്കാൻ പാടുള്ളൂ. അലമ്പൊന്നും ഉണ്ടാക്കാതെ. നമ്മൾ ഭയങ്കരമായിട്ട് ആധികാരികമായി ചിന്തിക്കേണ്ട കാര്യം വേണ്ട. ആധികാരികമായി ചിന്തിച്ചാൽ അട്ടി കിട്ടും. ഇതിന്റെ റൂൾ എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ സിനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, രണ്ടുപേർക്കും കൂടി കോമൺ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആദ്യം ഇപ്പൊ സിനിക്കാണ് അറിയാമെങ്കിൽ വേഗം ഈ ഗത എടുത്തിട്ട് ഒരടി അടിക്കാം. ഒരടി അടിച്ചിട്ട് ആൻസർ പറയാം. അപ്പൊ പറയുന്ന ആൻസർ ശരിയാണെങ്കിൽ ഒരു പോയിന്റ് കിട്ടും. ഇനി സിനി പറഞ്ഞ ആൻസർ തെറ്റാണെങ്കിൽ ഈ പണിപ്പെട്ടിയിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് വായിക്കുക. അതിൽ പറഞ്ഞിരിക്കുന്ന എന്താണോ അത് ചെയ്യാം. ഇനി തെറ്റ് പറഞ്ഞത് വേണമെങ്കിൽ 2 അടി ഗത വെച്ച് അടിച്ചോ, അത്രേ ഉള്ളൂ. ശരി, അപ്പൊ വളരെ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ചളി ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കാൻ പോണ്. റെഡി, 1 2 3. ഉറുമ്പിന്റെ അച്ഛന്റെ പേര്. ഉറുമ്പിന്റെ അച്ഛന്റെ പേര് ഉറുമ്പാണോ? പിന്നല്ലാണ്ട്. അല്ല. ഉറുമ്പിന്റെ അച്ഛന്റെ പേര് ഞാൻ വെറുതെ അടി വാങ്ങിക്കുന്നില്ല പറഞ്ഞു. ഒരു മിനിറ്റ്, ഒരു ക്ലൂതാ. ഇനിയിപ്പോ ആൻസർ അല്ല, എന്തായാലും ഒരു ക്ലൂതാ. ഞാൻ അടിച്ചില്ലേ. സിനി തോറ്റു. ഒരു ക്ലൂതാ ഞാൻ പറയും. ക്ലൂ തരാം. അതായത് ഉറുമ്പ് എന്നുള്ളത് മലയാളമാണ്, പക്ഷെ നമ്മൾ അച്ഛന്മാരെ ഇംഗ്ലീഷിൽ ആലോചിക്കണം. ആൻഡ് അപ്പം അവതാരികയോട് കടുത്ത പ്രണയമുള്ള ആളായി ആക്ട് ചെയ്യുക. ശരി, പറഞ്ഞോളൂ. അല്ല, പ്രണയിച്ചോളൂ. ഒരു മ്യൂസിക് ഇട്ടോളൂ. എന്നെ കണ്ടെന്താ പ്രണയിക്കാൻ തോന്നൂല്ലേ? നിങ്ങൾ ആണാണ് ഇപ്പൊ, പെണ്ണല്ല. ആൻഡപ്പൻ. ഇപ്പൊ ആൻഡപ്പനാണ് അല്ലേ? എന്നാലും തോന്നണ്ടേ. അപ്പൊ ഈ കുട്ടിക്ക് എന്നെ പ്രണയിക്കാൻ പറ്റുന്നില്ല. ഞാന് പ്രേമിക്കുമ്പോ പോലും അങ്ങനെ. എന്നാലും ഇവളെയൊക്കെ നോക്കി ബസ് കണ്ടക്ടറായി അഭിനയിക്കാം. അതായത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാസർഗോഡാണ് സെന്തിലേട്ടൻ പോകുന്നത്, ഞാൻ പോകുന്നത് കൊയിലാണ്ടി. അപ്പൊ അതേ കാസർഗോഡ് യാത്രക്കാരനാണ്. കുറച്ച് അലമ്പൊക്കെ ഉണ്ടായിക്കൊള്ളട്ടെ യാത്രക്കാരൻ. അതെ, കാസർഗോഡ് യാത്രയാകുമ്പോ കാസർഗോഡ് ഭാഷയിലെ സംസാരിക്കുള്ളൂ. അയ്യോ, എന്നെ എറണാകുളം കാസർഗോഡ് മതി. കാസർഗോഡ് ആ ടിക്കറ്റ് എടുത്തേക്ക് പോന്നെ. കാസർഗോഡ് പോകാനല്ല, എടുത്തേക്ക് സ്ഥലം പറപ്പാ. കാസർഗോഡ് കാഞ്ഞങ്ങാട്. ഈ എടുത്തേക്ക് പോന്നെ കൊയിലാണ്ടി. കാസർഗോഡ് ബസ്സിൽ കൊയിലാണ്ടി ബാക്കി വന്നില്ലാട്ടാ. ബാക്കി പിന്നെ തരങ്ങൾ പോയിട്ട് ബാക്കി അയാളുടെ കൂടെ പോയാൽ മതി. ഞാനേ ആക്ച്വലി തിരുവനന്തപുരത്തുള്ള ആളാ. കാസർഗോഡാണ് ഇപ്പൊ താമസം. എനിക്ക് തിരുവനന്തപുരം എനിക്ക് വരുള്ളൂ ഭാഷ. അയാൾ എന്റെ ടിക്കറ്റ് എടുക്കും, അയാളോട് ചോദിക്കും. എനിക്ക് കാഞ്ഞങ്ങാടാണ് പോകേണ്ടത്. എനിക്ക് ടിക്കറ്റ് തന്നു. കാഞ്ഞങ്ങാട് തന്നെ. അപ്പോ ആ കുട്ടിയുടെ പൈസ വേറെ തരും. അടിപൊളി. ഇനി അടുത്ത ചോദ്യമാണ്. കങ്കാരുവിന്റെ കുഞ്ഞിനെ കാണാതായി എന്ന് പോലീസ് സ്റ്റേഷനിൽ എങ്ങനെ പരാതി കൊടുക്കും? കങ്കാരു ക്ലൂ തരുമോ? ക്ലൂ തരുമെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യന്മാര് വേറൊരു കാര്യം നമ്മുടെ പോകുമ്പോൾ ഇങ്ങനെയാണ് പറയാറ്. കങ്കാരുവിന്റെ കുഞ്ഞ് എവിടെയാണ് ഇരിക്കുന്നത് അത് ആലോചിച്ച് നോക്ക്. വയറ്റിലല്ലോ. അപ്പൊ പരാതി കൊടുക്കുമ്പോ മനുഷ്യന്മാര് പറയുന്ന ഒരു കാര്യമായിട്ട് കണക്ട് ചെയ്താണ് കങ്കാരു പരാതി കൊടുക്കുക. സഞ്ചി ഇല്ല. അടി കൊടുക്ക. ഒറ്റയടിക്ക് എന്റെ ബോധം പോയി. ഒറ്റയ്ക്ക് പറഞ്ഞ് സമ്മാനം വാങ്ങിക്കൊണ്ട് പോകാനുള്ള ഇവളുടെ ഗൂഢതന്ത്രമാണിത്. അങ്ങനെ വീണ്ടും ഔട്ടായിരിക്കാണ്. ഞാൻ പറയാൻ പറ്റുമോ നോക്കട്ടെ? നമ്മള് മനുഷ്യന്മാര് പറയും പോലീസ് സാറേ എന്റെ പോക്കറ്റില്ല. അത് എങ്ങനെ പറയും? പോക്കറ്റ് അടിച്ചു. എന്റെ സഞ്ചി അടിച്ചു. എന്റെ പോക്കറ്റ് അടിച്ചു. കങ്കാരുന്റെ പോക്കറ്റ്. ഓ അതാണോ? ഇത് ഇച്ചിരി ഇത് ചളിയാണെങ്കിലും അതിൽ കുറച്ച് ഇന്റലിജൻസ്. അത് ഞാൻ ചോദിക്കുന്നോണ്ടായിരിക്കും. അത് എനിക്കറിയില്ല. സിനി എടുത്തോളൂ. ഇത് ഞാൻ പറഞ്ഞത് ഞാൻ വാങ്ങിക്കുന്നു. കാക്കേ കാക്കേ കൂടെവിടെ റാപ്പായി പാടുക. നല്ലൊരു റാപ്പ് മ്യൂസിക് കൊടുക്കും കുട്ടിക്ക്. യോ ചുടേ we are gonna sing കാക്കേ കാക്കേ കൂടെവിടെ. കാക്കേ കാക്കേ കൂടെവിടെ കുഞ്ഞിന്റെ
കാക്കേ കാക്കേ കൂടെ വിടെ കാക്കേ കാക്കേ കൂടെ വിടെ ഇവിടെ. Yo, hey, കാക്കേ, കാക്കേ. ആർക്കും പണിഷ്മെന്റ് കിട്ടിയത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചു കേട്ടു. ഓട്ട മത്സരത്തിൽ ഫിനിഷിംഗ് ലൈൻ കഴിഞ്ഞു ഓടിയ ആളെ നമ്മൾ എന്ത് പറയും? അതൊരു ഇംഗ്ലീഷ് വേർഡാണ്. അതായത് നമ്മള് ഫിനിഷിംഗ് നമ്മൾ ചെയ്യുന്ന കാര്യത്തെക്കാളും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ പറയില്ല അവൻ ഭയങ്കര ഓവർ അല്ലാതെ വേറെ. എക്സ്ട്രാ ഓർഡിനറി. അടുത്ത ഇനി 6-5 പോയാൽ എന്ത് കിട്ടും? ചളിയാണ്. 6-5 പോയാൽ എന്ത് കിട്ടും? അഞ്ജുവിനെ കിട്ടും. അടിച്ചിട്ട് പറ. അഞ്ജുവിനെ കിട്ടും. അഞ്ജുവിനെ കിട്ടും. പക്ഷെ ഏകദേശം ശരിയാണ്. പക്ഷെ അതല്ല, അഞ്ജുവിന്റെ ശവം കിട്ടും. അത് ഞാൻ ഡെഡ് ബോഡി അങ്ങനെ പറയുന്നു വിചാരിച്ചിട്ടോ. പണിഷ്മെന്റ് എടുത്തോളൂ. സ്ലോ മോഷനിൽ ഓടുക. സ്ലോ മോഷനിൽ ഓടുക. ഈ ഗത എവിടെ തന്നോളൂ. അടിപൊളി. നമ്മുടെ ചേട്ടന്മാരൊരു മ്യൂസിക് ഇടും. സ്ലോ മോഷനിൽ ദാ ഇവിടുന്ന്. ഓക്കെ, ശരി. അടുത്തത്. അറസ്റ്റിലായ കുട്ടപ്പൻ ജയിൽ ചാടി, പക്ഷേ പോലീസ് കുട്ടപ്പനെ കോടതിയിൽ ഹാജരാക്കി. എങ്ങനെ? തൊട്ടപ്പുറത്തെ സെല്ലിൽ ഉണ്ടായിരുന്ന മനോജിനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി. ഇത് എവിടെയോ ഇത് ഞാൻ മുമ്പ് കേട്ടു. ഈ മനോജ് അല്ല, ഞാൻ എഴുതി വെച്ച രാജപ്പൻ എന്നായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, മനോജ് നമുക്ക് ഇഷ്ടമുള്ളവരെ കുട്ടപ്പനാക്കാം. കുട്ടപ്പനാക്കാം. ഇനി കൈകൊണ്ട് തൊടാതെ പിടിച്ചു നിർത്താൻ പറ്റുന്ന സാധനം. ഇത് ഭയങ്കര ചളിയല്ല, എന്നാ കൈകൊണ്ട് പിടിക്കാതെ കൈകൊണ്ട് തൊടാതെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു സാധനം. ചളിയല്ല. ശ്വാസം. പറ. ശ്വാസം. എല്ലാ ചളിയും പിടിച്ചിട്ട് വന്നേക്കുവോ? ഇനി അല്ല, ഇത് സംഭവം എന്താ അറിയാമോ, ഇവിടെ ആദ്യത്തെ 2 അടി അടിച്ചില്ലേ, അപ്പൊ എന്റെ കിളി തിരിച്ചു വന്നു. അതാ